ഇപ്പൊ കാർത്തിക നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഇവരുടെ ദേവത എന്ന അഗ്നിയാണ്. ഗണം മാനുഷം, ഭൂതം ഭൂമി, പക്ഷി പുള്ളാണ്, മൃഗാട്, വൃക്ഷം എന്ന് പറയുന്നത് അത്തി. അത്തിയൊക്കെ സംരക്ഷിക്കുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്. ആടിനെ സംരക്ഷിക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രത്യേകതയാണ്. അപ്പൊ ഇവരുടെ ദിശാകാലം നോക്കുകയാണെങ്കിൽ ആദ്യം ഇവരുടെ വ്യക്തിത്വം പറയാം. തലമുടി കുറവുള്ളവരായിരിക്കും. ചിലവർക്ക് കണ്ണിന്റെ കൃഷ്ണമണി ബ്രൗൺ കളറായിരിക്കാം, ചാൻസ് ഉണ്ട്. താരന്റെ ശല്യം ഏറെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഇവർക്ക്. അപ്പം ഞാൻ നേരത്തെ അശ്വതിക്കും ഭരണിക്കും പറഞ്ഞതുപോലെ ആദി മധ്യ അന്ത്യത്രയോണം, അന്ത്യത്രയോണത്തിലാണ് കാർത്തിക വരുന്നത്. അപ്പൊ കാർത്തിക കാല് മാത്രമാണ്, അത് കാർത്തിക കാലെന്ന് പറയും ഇതില് മേടത്തില്. അപ്പൊ ഇവർക്ക് താരന്റെ ശല്യം വരാനുള്ള അവസരം കാണുന്നു. ചിലവർക്ക് മുടി കുറവായിരിക്കും, തലമുടി. അപ്പൊ ഇവരുടെ ജനനം എന്ന് പറയുന്നത് സൂര്യദശയിലാണ്. 1-ാം പാദം ആകയാൽ, അതായത് മേടത്തിൽ 1-ാം പാദം മാത്രമേ ഉള്ളൂ. 1-ാം പാദം ആകയാൽ 6 വയസ്സ് വരെ ഫുള്ളും ചിലവർക്ക് സൂര്യദശ കാണും, ചിലവർക്ക് 5 വയസ്സ് വരെ. അപ്പൊ ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ചന്ദ്രദശ 6 വയസ്സിന് ശേഷം തുടങ്ങുകയാണെങ്കിൽ 16 വർഷം ചന്ദ്രദശ, 16 വയസ്സ് വരെ. അപ്പോൾ ചന്ദ്രന് പക്ഷബലം ഉണ്ടെങ്കിലേ ആ ദിശാകാലം ശോഭനമായിരിക്കുള്ളൂ. ചിലർ 6 വയസ്സ് മുതൽ 16 വയസ്സ്, ആ ഒരു 10 വർഷക്കാലമല്ലേ, കുട്ടികളല്ലേ. അല്ല, അതിൽ പഠനം നമുക്ക് നോക്കണമല്ലോ, പഠന വിഷയമൊക്കെ നോക്കണമല്ലോ. അപ്പൊ ചില കുട്ടികളൊക്കെ 14-15 വയസ്സിൽ SSLC എഴുതുന്ന സമയം. അപ്പൊ പഠന മികവ് തെളിയിക്കണം. നമുക്ക് +1 +2 ഏത് വിഷയം ചേർക്കണം എന്നുള്ള ചിന്ത വരും. അപ്പൊ ആ ഒരു കാലം, അപ്പൊ എന്തുവരും? ചന്ദ്രദിശാകാലം. ചന്ദ്രന്റെ ഒരു പക്ഷബലം എന്ന് ഉദ്ദേശിക്കുന്നത് വൃശ്ചികത്തിലെ കാർത്തിക പക്ഷബലം, ധനു മകര കുംഭം പക്ഷബലമുണ്ട്, മീനത്തിന് പക്ഷബലമുണ്ട്. തിരിച്ച് മിഥുനത്തിലോ കർക്കിടകത്തിലോ ചിങ്ങത്തിലോ വന്നു കഴിഞ്ഞാൽ ചന്ദ്രന് പക്ഷബലമില്ല. അപ്പൊ ആ പക്ഷബലം ഇല്ലെന്ന് നമുക്ക് വിഷമിക്കൊന്നും വേണ്ട. അതിലേക്കുള്ള പരിഹാരങ്ങളൊക്കെ നമുക്ക് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. ബുദ്ധിവർദ്ധനയ്ക്ക് കാർത്തിക നക്ഷത്രത്തിന് അവരുടെ ജന്മനക്ഷത്രത്തിന്റെ അന്ന് ശിവഭഗവാൻ ധാര കൊടുത്തു കഴിഞ്ഞാൽ ആ ദോഷം മാറും. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.